ശാരീരികമായും മാനസികമായിട്ടും ഒരു കുട്ടിയുള്ള എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ബാക്കിയും കൂടി ഞാൻ വെച്ച് തരാം, കേൾക്ക്. കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് കള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ കേസിൻ്റെ ഭാഗത്തിൽ ചേർത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുള്ളൂ. ഈ നാട്ടിലോട്ട് തലയും പൊക്കി നീയൊക്കെ ഇനി എങ്ങനെ നടക്കും? ബാക്കി പറ. അതെന്നെ പറയട്ടെ. ആക്ച്വലി ഏതെങ്കിലും സൈഡ് പിടിച്ച് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു സാഹചര്യം, ഇതിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് രണ്ട് സൈഡും മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇതിൽ ശരി ലെവലേശം ഒരു ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുമോ ഈ പ്രവൃത്തിയല്ലോ? നിങ്ങൾ കണ്ടു നോക്കിയേ, ലെവലേശം ഒരു ബുദ്ധിയുണ്ടേ ചെയ്യുമോ? ആയിഷ അലി ദമ്പതികളുടെ പ്രശ്നത്തിൽ ഇന്ദ്രനാണ് ആയിഷയോടും അലിയോടും രണ്ടാം ഭാര്യയോടടക്കം ചുറ്റുപാടിലുള്ള ഒന്ന് രണ്ട് വ്യക്തികളോടും സംസാരിച്ച്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇതന്നായിരുന്നു പരിപാടി. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ദമ്പതികൾ നിരപരാധികളാണ്. ഇവരറിയാതെയാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത്. ആയിഷയെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലകപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ ഒടുക്ക വരെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഇവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അതില് യാഥാർത്ഥ്യങ്ങളുണ്ടാവാൻ തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള ഭാഗം ന്യായീകരിച്ചുകൊണ്ട് വളച്ചൊടിച്ചിട്ടുള്ളതുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. ഈ രണ്ടുപേരുടെയും കൺസെന്റ് ഇല്ലാതെ ഞാൻ റെക്കോർഡ് ചെയ്തത് ഇവിടെ പ്ലേ ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. രണ്ടുപേരും എനിക്ക് മനസ്സിലായ രീതിയിൽ വീഡിയോ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുള്ളി വോയിസ് ഇടാൻ പെർമിഷൻ നൽകിയിട്ടുണ്ട്. തീർച്ചയായും ഞാനത് ഇടും. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ദമ്പതികളുടെ കല്യാണം ലവ് മാരേജ് ആയിരുന്നു. ഈ ഒരു കല്യാണത്തോട് അലിയുടെ വീട്ടുകാർക്ക് മാത്രം സമ്മതമില്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു മിനിറ്റ്, ഇതും കൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യും. ഇതും കൂടി കാണും. ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സാഹചര്യം, ഇതിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് രണ്ട് സൈഡും മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് സൈഡല്ല, 3 സൈഡുണ്ട്. അതായത് അലിയുടെ ഒരു സൈഡുണ്ട്, ആയിഷയുടെ ഒരു സൈഡുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു വിഷയം ശക്തമായത് മുതൽ വേറൊരു ഇത് അതിലേക്ക് വന്നിട്ടുള്ളത് അലിയുടെ കുടുംബം, അതായത് ഇവളുടെ ആയിഷയുടെ ഭർത്താവിൻ്റെ കുടുംബം. എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അലിയുടെ കുടുംബം അലിയുമായിട്ട് ആയിഷയും അലിയും വിവാഹം ചെയ്തത് മുതൽ ഒരു ബന്ധവും ഇല്ല. അവരുമായിട്ട് ആ കല്യാണം നടക്കുന്ന സമയത്തും അവരോട് സഹകരിച്ചിട്ടില്ല. കാരണം അവർ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നൊരു കല്യാണമായിരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവർ പാടെ ഒഴിവാക്കി എന്ന് പറയാം. അലീനെ ഒഴിവാക്കി. അപ്പോൾ അലി ഇവരെ വേറെ കുറച്ച് ആൾക്കാരുടെ സഹായത്തോടുകൂടി കല്യാണം കഴിച്ചിട്ട് അവരവരുടെ ജീവിതമായിട്ട് വേറെ എവിടെയോ പോയി താമസിച്ചു ജീവിച്ചു. 10-13 കൊല്ലം മുമ്പാണ് ഇത് നടക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം 5-6 വർഷം ഒരുമിച്ച് താമസിച്ചു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിനുശേഷമാണ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. തർക്കം ഉണ്ടായി 2 പേരും കൂടി പിരിഞ്ഞുപോയി. ആയിഷയുടെ സ്പേസിലേക്കും അലിയുടെ സ്പേസിലേക്കും പിരിഞ്ഞു പോയിട്ട് പിന്നെയും അവർ 5-6 കൊല്ലം ജീവിച്ചു പിരിഞ്ഞതിന് ശേഷം. അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം മത്സരിച്ചിട്ടുണ്ടാവും. നീ ഇല്ലാതെയും ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ 2 പേരും മത്സരിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്ന് ജീവിച്ചു. പക്ഷേ ഒരാൾ ഡൗൺ ആയി, മറ്റാൾ കുഴപ്പമില്ലാത്ത ജീവിതമായിട്ട് മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സമരത്തിലേക്കൊക്കെ ഇവിടെ ഇറങ്ങി തിരിക്കാൻ ഇപ്പോൾ ഉണ്ടായ സാഹചര്യം, അതായത് 6-7 വർഷം കഴിഞ്ഞല്ലോ, എന്നിട്ടിപ്പോൾ ഇറങ്ങി തിരിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അലി ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അവർ സന്തോഷമായിരിക്കുന്നു എന്നുള്ളത് അവരുടെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് അവൾ കാണുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യും, മനസ്സിൽ ഫ്രസ്ട്രേഷൻ വരും. നമ്മളെവിടെ എത്തിയില്ല, അവനിങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ ഇടയിൽ അന്ന് തർക്കമുണ്ടായ സമയത്തിന് ഇവർ കൊടുത്തിരുന്നൊരു കേസുണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ആവണം എന്നുള്ള ഇവർ രണ്ടാളും തീരുമാനിച്ചിരിക്കണം ഓൾമോസ്റ്റ്. പക്ഷേ ഡിവോഴ്സ് ആവാൻ ഇവൾ വെച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അത്രയും എമൗണ്ട് താങ്ങാൻ ഈ അലി എന്ന് പറഞ്ഞ ആൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിനെതിരെ അപ്പീലിന് പോയി. കൂടാതെ ഇവൾ കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് കള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ കേസിൻ്റെ ഭാഗത്തിൽ ചേർത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നുള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കല്യാണം വന്നിട്ട് ഒരു ഹാപ്പി ആയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവർ ഈ വിഷയത്തിലില്ലാത്ത അലിയുടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അലിയുടെ ഉപ്പ താമസിക്കുന്ന വീട്, അത് അലി ആ വീട്ടിലില്ല, അന്ന് പുറത്തേക്കിന് ശേഷം ആ വീട്ടിലില്ല. അലി ഉപ്പ ഇത്രയും നിങ്ങൾ കണ്ടില്ലേ? ബാക്കിയും കൂടി വെച്ചാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ട് കറക്റ്റ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ആര് പറയുന്നതാണ് സത്യം, ആര് പറയുന്നതാണ് തെറ്റ് എന്നുള്ളത്. താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഇവർ സമരം ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ സാഹചര്യം. ഇപ്പോൾ ഇതിൽ പൊതുവായിട്ടൊരു ആക്ഷേപമായിട്ട് വരുന്ന വിഷയമാണ് അവർ ഈ ഒരു ബന്ധം ഡിവോഴ്സ് ആവാതെ അല്ലെങ്കിൽ ഒരു വിധി വരാതെ ഇവർ വേറെ കല്യാണം കഴിച്ചു എന്നുള്ളത് ആണൊരു വിഷയം പറയാം. ആ വിഷയത്തിലും വ്യക്തമായ മറുപടി പറയേണ്ടത് അലിയാണ്.
അല്ലെങ്കിൽ അവൾക്ക് അലിയെക്കെതിരെ ഒരു ഡയറക്റ്റ് അലിയുടെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ അവൾക്ക് എന്തെങ്കിലും മുന്നോട്ട് പോയിരുന്നു. പക്ഷേ അവൾ വന്നിരിക്കുന്നത് അതായത് അലിയുടെ ഉപ്പാട് വീട്ടിൽ വന്നിരിക്കുന്നു. കാരണം അവിടെ വന്നിരുന്നിട്ട് എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ പണ്ടേ അലീനെ ഒഴിവാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് അലി വീട്ടുകാരിന് പരിഹാരം ഉണ്ടാക്കി? ഇവർ പറയുന്നത് അലിയുടെ കുടുംബത്തിൽ നിന്ന് 1-2 പേര് ഈ പുതിയ വിവാഹത്തിൽ പങ്കെടുത്തു. അത് അലിയുമായി വ്യക്തിപരമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ആരെങ്കിലും 2 പേര് പങ്കെടുത്തു എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ കുടുംബത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആ വീട്ടിൽ കോടതിയിൽ നിന്നൊരു വൈവാഹിക ഭവനമാണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വാങ്ങിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അതിന് കൂടെ ഇവർ ആഡ് ചെയ്യുന്ന ഒരുപാട് കളവുകളുണ്ട്. അതായത് ഒരു ബന്ധം ഒരു മര്യാദക്കൊന്ന് ഫേസ് ചെയ്തിട്ട് പോലും ഇവർ തമ്മിൽ, ആ കുടുംബക്കാരും ഈ പെണ്ണും തമ്മിൽ. അങ്ങനെയുള്ള പെൺകുട്ടി പറയുന്നത് മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു എന്നാണ് ആ കുടുംബം. ബാക്കിയും കൂടി ഞാൻ വെച്ച് തരാം, കേൾക്ക്. ഇനിയുണ്ട്. എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷം കഴിയുന്നു. തുടക്കം മുതലേ ഈ പറഞ്ഞ സ്വത്ത് കുറവ്, സ്വർണം കുറവ് അങ്ങനെ പറഞ്ഞിട്ടും ശാരീരികമായും മാനസികമായിട്ടും എനിക്കൊരു മകളുണ്ട്. ആ മകളുള്ളപ്പോൾ തന്നെ ഒരുപാട് ഞാൻ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ഫിസിക്കലിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള, അബ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്ത് പറഞ്ഞിട്ടാണ് ഈ ഉപദ്രവിക്കുന്നത്? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഉപ്പാക്ക് എൻ്റെ മേലെ താല്പര്യമില്ലായ്ക, അതേപോലെ സ്വർണം, സ്വത്ത് കുറവ്, ഭംഗി കുറവ്, ഇങ്ങനെ. ഒരു മിനിറ്റ്, ഇതും കൂടി കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇതും കൂടി കാണും. ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലി എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടിയെ നന്നായി നോക്കിയില്ല. ഇത്രയും കാലയളവിൽ ഞാൻ ഒറ്റക്കാണ് കുട്ടിയെ നോക്കിയതെന്ന് പറയുന്നുണ്ട് അവർ. അതും തെറ്റാണെന്നുള്ളത് അലിയുടെ തന്നെ ഇൻസ്റ്റാ റീൽസ് ഇട്ട് നോക്കിയാൽ മതി. ആ കുട്ടിയും അലിയും തമ്മിലുള്ള ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടും ആ സ്നേഹപ്രകടനങ്ങളൊക്കെ അതിൽ തന്നെ കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഇല്ല എന്നൊക്കെ പറയുന്നത് ഇതിലിപ്പോൾ ന്യായമല്ലാത്ത വിഷയം ഇതാണ്. ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഇതിലേക്ക് അവൾ വെറുതെ വലിച്ചഴിച്ചിട്ട് പ്രശ്നം വെറുതെ വലുതാക്കുകയാണ്. അത് അവർ രണ്ടും തമ്മിലും ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. അലിയും ആയിഷയും തമ്മിലുള്ള പ്രശ്നം മാത്രമാണ്. അവരാണ് അവരുടെ ജീവിതം തീരുമാനിച്ചതും സ്നേഹിച്ചതും പരസ്പരം വിശ്വസിച്ചതും ഒക്കെ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഇതിൽ കക്ഷിയല്ലാത്ത ഭർത്താവിൻ്റെ കുടുംബക്കാർ വലിച്ചഴിച്ചിട്ട് ആ കുടുംബത്തിനെ മൊത്തം നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പിൻവലിയാൻ മാത്രമാണ് ആ കുടുംബം അവരോട് പറയുന്നുള്ളൂ. നിങ്ങൾ അലിനെ എന്ത് വേണമെങ്കിൽ കാട്ടിക്കോളി, അലിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, കോടതി വഴിയോ അല്ലെങ്കിൽ മറ്റ് EPB ഉപയോഗിക്കുന്ന ഈ സമരമുറ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ ഈ വീടിൻ്റെ മുമ്പിൽ വന്ന് ചെയ്യരുത് എന്ന് മാത്രമാണ് അവർ റിക്വസ്റ്റ്. ഇങ്ങനത്തെ മനുഷ്യന്മാരുണ്ട് ഈ ഭൂമിയിൽ. നിങ്ങളെന്ത് കണ്ടു നോക്ക്. നിങ്ങൾ ഈ സ്വർണ്ണത്തിൻ്റെ വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ, 900 പവനായിട്ട് അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നല്ലോ. ഞാനും ഫോട്ടോയിലൂടെയാണ് അത്രയും സ്വർണ്ണമൊക്കെ അവർ കല്യാണത്തിൽ ഇട്ടുന്നതിൽ കാണുന്നത് തന്നെ. അപ്പോൾ ഈ സ്വർണം സ്വാഭാവികമാണ്. ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് സ്വർണ്ണം ആവട്ടെ എന്തോ ആവട്ടെ അവരെല്ലാം പങ്കുവെച്ചിട്ടായിരിക്കും ജീവിക്കുക. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് അവരെന്ത് ചെയ്യും, അവർ കേസിന് ബലം കൂട്ടാനോ അല്ലെങ്കിൽ അവർക്ക് ആളെ കൂടെ കൂട്ടാനൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കും. അതുതന്നെ ഇവിടെ നടന്നിട്ടുണ്ടാവുക. സംഭവം ശരിയാണ്. അലിയും ഡോക്ടറാണ്. കല്യാണം കഴിക്കുമ്പോൾ ആയിഷ ഡോക്ടറല്ല. അതിന് ശേഷമാണ് ആയിഷ പഠിച്ച് ഡോക്ടറാവുന്നത്. മുമ്പ് പഠനം ഉണ്ടായിരുന്നെങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഈ പണക്ക് ഇവർ രണ്ടാളും കൂടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും അവരുടെ കാര്യം. ബാക്കിയും കൂടി വെച്ച് നിങ്ങളെ അഭിപ്രായങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളെല്ലാം കേട്ടിട്ട് കറക്റ്റ് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ 100 പവനും 15 ലക്ഷം രൂപയും കിട്ടിയിട്ടുണ്ടെന്നാണ് ആയിഷ പറയുന്നത്. അത് അലിക്ക് PG എടുക്കാനായിട്ട് ചെലവാക്കിയെന്നാണ് ആയിഷയുടെ വാദം. പക്ഷേ അലി പറയുന്നത്, ഞാൻ അവളിൽ നിന്നും ആ ഒരു സ്വർണം മേടിച്ചിട്ടില്ല, പഠനത്തിന് വേണ്ടി ഞാൻ ലോൺ എടുത്തതാണ്, ഇപ്പോഴും ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അലിയുടെ രണ്ടാമത്തെ വൈഫിനോട് ചോദിച്ചപ്പോഴും അലി പറഞ്ഞത് തന്നെയാണ് രണ്ടാമത്തെ ഭാര്യയ്ക്ക് പറയാനുള്ളത്. പക്ഷെ ആയിഷയ്ക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, ആയിഷയെ കല്യാണം കഴിക്കുമ്പോൾ വീട്ടുകാരുമായി അകൽച്ചയിലായ അലിക്ക് PG എടുക്കാൻ ഞാൻ സംസാരിച്ചിടത്തോളം 50 ലക്ഷം ആവശ്യമായി വന്നു എന്നാണ് ആയിഷയുടെ വാദം. രണ്ടാമത്തെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ ഏകദേശം 35 ലക്ഷമാണ് അലിക്ക് പഠനാവശ്യത്തിനായി വന്നത്, അത് ലോൺ എടുത്തിട്ടാണ് പഠിച്ചത് എന്ന രീതിയിലാണ് സംസാരം. പക്ഷേ ഇവിടെ ആയിഷ പറയുന്നത് ആ ഒരു ടൈമിൽ അലിയുടെ കയ്യിൽ സാമ്പത്തികമായി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം തീർച്ചയായിട്ടും അലി വീട്ടുകാരുമായി ഒരു ബന്ധമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പഠനാവശ്യങ്ങൾക്കുള്ള കാര്യങ്ങൾ ആയിഷ തന്നെയാണ് നോക്കിയത് എന്നാണ് ഉറപ്പിച്ചു പറയുന്നത്. പഠനാവശ്യങ്ങൾക്ക് മാത്രമല്ല സാമ്പത്തികപരമായിട്ട് മറ്റാവശ്യങ്ങൾക്കും കാശ് ആയിഷ അറേഞ്ച് ചെയ്ത് കൊടുത്തിരുന്നു എന്നാണ് ആയിഷയുടെ വാദം. ഒരു മിനിറ്റ്, ഒരു എമൗണ്ട് മലബാർ ഗോൾഡിൽ എവിടെ കൊണ്ട് പണം വെച്ചിട്ട് എന്നൊരു എമൗണ്ട് ക്യാഷായിട്ട് അലിക്ക് കൊടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനൊക്കെ അവരുടെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ സമീപിച്ച് അവർക്കത് മേടിച്ചെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം, അങ്ങനെ പോവാം. പക്ഷേ അതിന് പകരം അവർ
ഇവിടെ വന്നിരുന്നത് ചെയ്യുന്നത് എന്തർത്ഥത്തിലാണ് മനസ്സിലാവണില്ല. അത് ഇനിയിപ്പോൾ അലിയുടെ അവിടെ പോയി ചെയ്യണേ എന്നാലും വേണ്ടിയില്ല, പക്ഷെ എന്തിനാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിരുന്നത് ചെയ്യുന്നത് എന്നുള്ളതാണ്. വേറൊരർത്ഥത്തിലും അലിനെ തളർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ്ജ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവനെ തളർത്താമെന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കാം ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുക. അവർ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അപ്പുറത്തെ വശങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ഏതൊക്കെയാണ് അവൾ പറഞ്ഞത് എല്ലാം കളവെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവൾ പറഞ്ഞ സത്യങ്ങളുണ്ടാവും. ആ സത്യത്തോടൊപ്പം അവൾ ചേർത്ത് വെച്ച കുറച്ച് കളവുകൾ കൂടിയുണ്ട്, ആളുകളെ കൺവിൻസ് ചെയ്യാനും ആളുകളെ കൂടെ ചേർക്കാനും സിമ്പതി പിടിച്ചു പറ്റാനൊക്കെ. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയിൽ ആൾക്കാർ വീണ് പോകരുത്. സത്യം മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട് ഇനിയിപ്പോൾ അത്യാവശ്യം എന്തെങ്കിലും സംശയങ്ങൾ വിഷയത്തിലുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, എനിക്കറിയണതാണ് ഞാൻ പറഞ്ഞുതരും. ഞാൻ ഇതിൽ നിഷ്പക്ഷമായിട്ട് പറയുള്ളൂ. ഞാനിത് അലിയുടെ ഭാഗത്ത് നിൽക്കില്ല, ആയിഷയുടെ ഭാഗത്ത് നിൽക്കില്ല. സത്യത്തിൽ ഇതിൽ ആരുടെ ഭാഗത്തും വിധി പറയാൻ നമ്മൾ ആരും ആളല്ല. കുറച്ചും കൂടിയും ആയിഷാനെയും അലീനെ അറിയുന്ന ആളുകൾ നിൽക്കി എനിക്ക് പോലും അതിൽ വിധി പറയാൻ കഴിയില്ല. കാരണം ഇവർ പ്രൈവറ്റായിട്ട് വെക്കുന്ന കാര്യങ്ങളുണ്ട്. അലി ആയാലും ആയിഷ ആയാലും അവർ ആരോടും പറയാൻ ആഗ്രഹിക്കാതെ മറച്ചു വെക്കുന്ന കാര്യങ്ങളുണ്ടാവും. അത് അവർക്ക് ചിലപ്പോൾ കോടതിയിൽ കുറച്ചുകൂടി ഒരു വക്കീൽ മുഖേനൊക്കെ എന്ത് ചെയ്യും പറയാൻ ആക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിലൂടെയാണ് അവർക്ക് ശരിക്കും വിധി കിട്ടുള്ളൂ.